ലോകത്തെ രക്ഷിപ്പാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു മാത്രമേ ലോകത്തിൽ വന്നിട്ടുള്ളൂ. സാധാരണ ആളുകൾ പറയാറുണ്ട്, ഉപദേശി ഞങ്ങൾ AD 52 തോമസ് ശ്ലീഹ വന്നപ്പോൾ കള്ളികാളിയാങ്കൽ പകലോ മറ്റും ശങ്കരപുരി തളിയത്ത് എന്നിത്യാദി ബ്രാഹ്മണ കുടുംബങ്ങളിൽ നിന്ന് പരിവർത്തനം ചെയ്ത് തിരുസഭയുടെ അംഗങ്ങളായി തീർന്ന പണ്ടുപുരാതന സുറിയാനി ക്രിസ്ത്യാനികളാണ് ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ പണ്ട് മുതലേ ക്രിസ്ത്യാനികളാണ്, പള്ളിയിൽ പോകുന്നവരാണ്, കുർബാനയെടുക്കുന്നവരാണ്. ഞങ്ങൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ യേശുക്രിസ്തു വന്നാൽ ഞങ്ങളും സ്വർഗത്തിലേക്ക് പോകും. പ്രിയപ്പെട്ടവരെ, പന്തിരുവരിൽ പ്രഥമനും പ്രധാനിയുമായ ഒന്നാമത്തെ പോപ്പെന്ന് പറയുന്ന പത്രോസ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായിട്ടുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് ക്രിസ്തുവെന്ന നിർദോഷവും നിർമ്മലവുമായ കുഞ്ഞാട്ടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ് യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. പിതാക്കന്മാരുടെ പാരമ്പര്യപ്രകാരമുള്ള നടപ്പേ സമം വ്യർത്ഥം എന്നാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയരെ, നാം എന്ത് ചെയ്യണം? നാം വേദപുസ്തകം വായിക്കുന്നവരാണ്, പള്ളിയിൽ പോകുന്നവരാണ്, കുർബാന എടുക്കുന്നവരാണ്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ പൗലോസ് ശ്ലീഹ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പുതിയതായി ജനിച്ചില്ല എങ്കിൽ നിക്കോദോമോസേ, നീ ദൈവരാജ്യം കാണുകയില്ല എന്ന് യേശുക്രിസ്തു യഹൂദ പ്രമാണിയായിരുന്ന നിക്കോദോമോസിനോട് പറയുന്നു. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താലത്രേ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നതെന്ന് പത്രോസ് ശ്ലീഹ പറയുന്നു. പ്രിയപ്പെട്ടവരെ, അടുത്തും അകലെയും വീടിന്റെ അകത്തും പുറത്തും ഇരുന്നും നിന്നും ഈ ശബ്ദം കേൾക്കുന്ന മാതാവേ, സഹോദര, പിതാവേ, യുവാവേ, യുവതിയെ, കുഞ്ഞേ, നീ വീണ്ടും ജനിച്ചുവോ? പുതിയതായി ജനിച്ചുവോ? ശാന്തമായി ചിന്തിക്കൂ. യേശുവേ, അങ്ങ് എന്തിനാണ് ഈ ലോകത്തിൽ വന്നത്? പാപത്തിന് പരിഹാരം വരുത്തുവാൻ. BC 4 ലോകചരിത്രത്തെ BC എന്ന് AD 2 തിരിച്ചുകൊണ്ട് ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. AD 33 വരെ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചു. 33.5 തിരുവയസ്സ് വരെ. യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചത് നാം വായിച്ച വചനം പോലെ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്